നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഇപ്പോൾ FC ബാഴ്സലോണ 2ാം സ്ഥാനത്താണ്, ലാ ലീഗിൽ 1ാം സ്ഥാനത്താണ്. പക്ഷേ റീസെൻ്റ്ലി ഈ ബൊറൂസിയ ഡോട്ട്മുണ്ടിനെതിരെയുള്ള കളിക്ക് മുമ്പ് ലാ ലീഗയിൽ അത്ര മികച്ചൊരു പെർഫോമൻസ് അല്ല അവർ നടത്തിക്കൊണ്ടിരുന്നത്. അവസാനം കളിച്ച 5 കളികളിൽ നിന്ന് 10 പോയിൻറ്റുകളൊക്കെ ഡ്രോപ്പ് ചെയ്ത് ഒരു പ്രഷറിൽ നിൽക്കുകയായിരുന്നു ഹൻസി ഫ്ലിക്ക്. പക്ഷേ ഹൻസി ഫ്ലിക്ക് ബൊറൂസിയ ഡോട്ട്മുണ്ടിനെതിരെയുള്ള കളിയിലൂടെ ഒരിക്കൽ കൂടി തെളിയിക്കുന്ന ഒരു കാര്യമുണ്ട്: നോ പ്ലെയർ എബവ് ദി ടീം അറ്റ് ബാഴ്സലോണ. ടീമിനേക്കാൾ മുകളിലല്ല ഒരു താരവും. വേണ്ട തീരുമാനങ്ങൾ വേണ്ട സമയത്ത് താൻ എടുക്കും. അതിൽ ആരും ഒരു മുഷിപ്പും കരുതിയിട്ട് കാര്യമില്ല. അത് വളരെ വ്യക്തമാക്കുകയാണ് ഹൻസി ഫ്ലിക്ക്. ഇതിനൊരു നിരീക്ഷണം ഇപ്പോൾ ബാഴ്സലോണയുടെ വളരെ വലിയ രൂപത്തിൽ അവരുടെ റിപ്പോർട്ടുകളൊക്കെ തരുന്ന ഇപ്പോൾ ഒരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. നമ്മൾ അതിലേക്കൊന്ന് പോവുകയാണ്. അതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നോക്കുക, ഹൻസി ഫ്ലിക്കിൻ്റെ സ്ട്രോങ് ഡിസിഷൻസ്. ഇപ്പോൾ റയൽ ബെറ്റീസുമായിട്ടുള്ള മത്സരത്തിൽ അദ്ദേഹം ചില താരങ്ങളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരുന്നല്ലോ. റോബർട്ട് ലെവൻഡോസ്കി, റാഫീഞ്ഞ, ഡാനി ഓൾമോ, പെഡ്രി. അതൊരു പക്ഷേ ഡോട്ട്മുണ്ടിനെതിരെയുള്ള മത്സരത്തിന് മുന്നോടിയായിട്ട് പ്രധാന താരങ്ങൾക്ക് കുറച്ച് വിശ്രമം കൊടുക്കുക എന്ന ഉദ്ദേശത്തിലായിരുന്നിരിക്കാം എന്ന് ആരെങ്കിലും വിലയിരുത്തുന്നുണ്ടെങ്കിൽ സിഗ്നൽ ഇദൂന പാർക്കിൽ ഇതേ കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും ആവർത്തിക്കുമ്പോൾ അത്തരമൊരു എക്സ്ക്യൂസ് അവിടെ ഇല്ല. ഇവിടെ നോക്കുക, ഇനി അടുത്ത മത്സരം എന്ന് പറയുന്നത് ലെഗാനസിനെതിരെയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനുവേണ്ടി താരങ്ങളെ പിൻവലിച്ചു എന്ന് പറയാനാവില്ല. ഒരു പക്ഷേ ഫിസിക്കലാവാം, അല്ലെങ്കിൽ ടാക്റ്റിക്കൽ റീസൺ ആവാം. എന്തുകൊണ്ടാണെങ്കിലും റോബർട്ട് ലെവൻഡോസ്കിയെ മാറ്റി, റാഫിഞ്ഞയെ മാറ്റി, ഓൾമോയെ മാറ്റി ഒക്കെ അറൗണ്ട് 17th മിനിറ്റിലാണ് ഈ ഒരു മാറ്റങ്ങളൊക്കെ വരുന്നത്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ മറ്റ് ഒരു സെക്കൻഡ് സ്ട്രിങ് പ്ലെയേഴ്സ് എന്ന രൂപത്തിൽ ഇപ്പോൾ പലരും കാണുന്നവരെ ഇറക്കുന്നു. ഫ്രങ്കി ഡിയോങ് വരുന്നു, ഫെറാൻ ടോറസ് വരുന്നു, ഫെർമിൻ ലോപ്പസ് വരുന്നു. സോ പെഡ്രിയും ലാമിൻ യമാലും ഓൾസോ ഇവഞ്ച്വലി ലെഫ്റ്റ് ദി പിച്ച്. സോ അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗിലൊരു ക്രൂഷ്യൽ മത്സരത്തിൽ കളിയുടെ അവസാന ഘട്ടമൊക്കെ ആകുമ്പോൾ ബാഴ്സലോണയുടെ പ്രധാനപ്പെട്ട 5 താരങ്ങൾ ബെഞ്ചിലിരിക്കുന്ന ഒരവസ്ഥ, ഒരു സ്ഥിതിവിശേഷം. അപ്പം ഇത് കൃത്യമായിട്ട് കാണിക്കുന്നത് ഫ്ലിക്കിന് ഈ ടീമിന് മേൽ വലിയ നിയന്ത്രണമുണ്ട്. അദ്ദേഹം തീരുമാനിക്കുന്നതേ കളിക്കളത്തിൽ നടക്കുകയുള്ളൂ. ഒരു താരവും ടീമിനേക്കാൾ മുകളിലില്ല. ഇത് വെറുതെ ഒരു അതോറിറ്റി എടുത്ത് കാണിക്കുകയല്ല, അദ്ദേഹം ഒരു പവർ കാണിക്കുകയല്ല, മറിച്ച് ടീമിന് ആവശ്യമുള്ള ഘട്ടത്തിൽ അതുപോലെ അദ്ദേഹം കാര്യങ്ങൾ ചെയ്യുകയാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പ്ലേയിങ് ഫിലോസഫി ഉണ്ട്. അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകണം. ആ ഒരു ഫുട്ബോളിംഗ് ഫിലോസഫിക്ക് അനുസരിച്ചാണ് അദ്ദേഹം കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതിൽ ഡിമാൻഡ് ചെയ്യപ്പെടുന്ന കാര്യം ടീം റിമൈൻ സോളിഡ് ഇൻ പ്രസ്സിങ്. ഒരിക്കലും മത്സരത്തിൻ്റെ ഒരു ഘട്ടത്തിലും ടീം ഒരു സ്റ്റെപ്പ് ബാക്ക് അല്ലെങ്കിൽ പുറകോട്ട് പോകുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാവരുത്. അതിനുതകുന്ന തരത്തിലാണ് അദ്ദേഹം ഈ താരങ്ങൾ ഉപയോഗപ്പെടുന്നത്. ഇപ്പോൾ നോക്കുക, സമ്മറിൽ യൂറോ കപ്പൊക്കെ കഴിഞ്ഞ് വന്ന സമയത്ത് റോബർട്ട് ലെവൻഡോസ്കിയുമായിട്ട് ഒരു ചർച്ച നടത്തിയിരുന്നു ഹൻസി ഫ്ലിക്ക്. അതിൽ അദ്ദേഹം കൃത്യമായിട്ട് മെസ്സേജ് കൺവേ ചെയ്തിട്ടുണ്ട്. ഡിഫെൻസീവ്ലി കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യണം, അതാണ് ഇവിടെ പ്രധാനമായിട്ട് വേണ്ടൊരു കാര്യം. അതോടൊപ്പം ഈ സൂപ്പർ താരത്തിൻ്റെ മികവിനെ അംഗീകരിക്കുന്നുകൊണ്ട് കോച്ച് ഒരു 10-65 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ സബ്സ്റ്റിറ്റ്യൂഷൻസ് നടക്കുന്നുള്ളൂ. പക്ഷേ ഇനി വേണമെങ്കിൽ, ആവശ്യമെങ്കിൽ അതിനു മുമ്പും നടത്താൻ താൻ തയ്യാറാണ് എന്നുള്ള ചില സൂചനകൾ അദ്ദേഹത്തിൻ്റെ നീക്കങ്ങളിൽ അദ്ദേഹം കൃത്യമായിട്ട് നടത്തുന്നുണ്ട്. സോ ഫ്ലിക്ക് വളരെ കൃത്യമായിട്ട് കാണിക്കുന്ന ഒരു കാര്യം: നോ പ്ലെയർ ഈസ് അൺടച്ചബിൾ. ഹി ഡസ് നോട്ട് ഹെസിറ്റേറ്റ് ഈവൻ വിത്ത് ഹിസ് മോസ്റ്റ് റിവേർഡ് സ്റ്റാർസ് എന്നതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏത് താരമാണെങ്കിലും, ഏത് വലിയ താരമാണെങ്കിലും അവരൊന്നും ടീമിനേക്കാൾ മുകളിലല്ല. ടീമിൻ്റെ ഇൻട്രസ്റ്റാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് എന്നാണ് ഇപ്പോൾ ഹൻസി ഫ്ലിക്ക് ചെയ്ത് കാണിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.